ഇടത്തോട്ട് ചാഞ്ഞ NSS ആണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി രാഷ്ട്രീയ കേരളത്തിലെ പ്രധാന ചർച്ചാ വിഷയം. ഇടതിനോട് ചേർന്ന് നിൽക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് NSSന്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. സമദൂരത്തിലെ സത്യത്തിനൊപ്പമെന്ന രാഷ്ട്രീയ നിലപാട് ഇന്ന് ചേർന്ന NSS പൊതുയോഗത്തിൽ വിശദീകരിച്ചു. ശബരിമല വിഷയത്തിൽ കോൺഗ്രസിനും BJPക്കും എതിരായ വിമർശനം സുകുമാരൻ നായർ ഇന്നും ആവർത്തിക്കുകയും ചെയ്തു. കോൺഗ്രസ് കള്ളക്കളി കളിച്ചുവെന്നും നിയമനിർമ്മാണം നടത്തുമെന്ന് പറഞ്ഞിട്ട് BJP ഒന്നും ചെയ്തില്ല എന്നുമാണ് NSSന്റെ വിമർശനം. വെള്ളാപ്പള്ളി നടേശന്റെ പിന്തുണ NSS സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയായിരിക്കും നമ്മൾ പറഞ്ഞ രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് ഇതൊരു നിലപാടാണ്. ഇത് മന്നത്തോത്മാപനെടുത്ത നിലപാടാണ്. അതിന്നും ഞങ്ങൾ തുടരുന്നു എന്നുള്ളൂ. സമദൂരത്തിലെ സത്യം എന്ന് പറയുമ്പോൾ എതിർപ്പ് അതവരുടെ രാഷ്ട്രീയ ലക്ഷ്യമാണ്. ഞങ്ങൾക്ക് ആ രാഷ്ട്രീയം ഇല്ല ഇക്കാര്യത്തിൽ. സമദൂരത്തിലെ സത്യം എന്ന് പറയുന്നത് സമദൂരത്തിൽ എവിടെയാണ് നമുക്കൊരു മാറ്റം വന്നിരിക്കുന്നത്? സർക്കാരിന് ഒരു മാറ്റം വരുത്തിയിട്ടില്ല. സമദൂരത്തിന് മാറ്റം വന്നു. തെരഞ്ഞെടുപ്പിൽ സമദൂരം തന്നെയാണല്ലേ സാറേ? ബാക്കിയുള്ള കാര്യങ്ങൾ രണ്ട് തെരഞ്ഞെടുപ്പുകൾ വരുന്നു. തെരഞ്ഞെടുപ്പിൽ സമദൂരം തന്നെയാണ്. സമദൂര നിലപാടാണ്. ഈ രാഷ്ട്രീയത്തിന് ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് രാഷ്ട്രീയം ഇല്ലാന്ന്. നമ്മൾ ആ സമദൂരം തുടരും. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെയും ഞങ്ങളില്ല. ഈ സമദൂരത്തിൽ നമുക്കൊരു ശരിദൂരം ഉണ്ടോ? ശരിദൂരം ഉണ്ട്. അതാണ് ഇപ്പൊ കാണിച്ചതാ. ചർച്ചയ്ക്ക് വല്ലതും വന്നിട്ടുണ്ടോ സാർ? കോൺഗ്രസ് BJP ആരെങ്കിലും അനുനയ നീക്കം ആരെങ്കിലും വരുമെന്നെല്ലാം പറയുന്നുണ്ട്. സമയം ചോദിച്ചിട്ടില്ല. ഞാൻ ആരെയും വിളിച്ചില്ല. സാറേ, ഈ കോൺഗ്രസിന്റെ പുതിയ നേതാക്കൾ വന്നതിന് ശേഷമാണോ ഈ നിങ്ങൾ അകന്നു തുടങ്ങിയത്? പുതിയ നേതൃത്വം BD സതീശൻ ഉൾപ്പെടെയുള്ള ആൾ വന്നതിന് എന്തിനാ പിന്നെ നിങ്ങളിട്ട് കുഴക്കുന്നത്? കോട്ടയത്ത് നിന്ന് ഷിനോജ് ജസ്റ്റി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷിനോജ്, ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, സമദൂരത്തിൽ ആ നിലപാടിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയോ എന്ന്. ശരി ദൂരം എന്ന് അല്ലെങ്കിൽ സത്യത്തിന്റെ ഒപ്പം എന്ന് പറയുന്നുണ്ട്. ആ സത്യം ഇടതാണോ ഷിനോജ്? ആര്യ, ഇന്ന് രാവിലെ 11:30ക്കാണ് NSSന്റെ ആസ്ഥാനത്ത് ഇത്തരത്തിലൊരു പൊതുയോഗം ചേർന്നത്. നേരത്തെ തന്നെ തീരുമാനിച്ച യോഗമാണ്. ആ യോഗത്തിൽ പ്രധാനമായും നമ്മൾ പ്രതീക്ഷിച്ചത് ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട NSS ജനറൽ സെക്രട്ടറിക്കെതിരെ ഉയരും എന്നുള്ള കാര്യമാണ്. പക്ഷേ പ്രതിനിധി സഭയിൽ യോഗത്തിൽ പങ്കെടുത്ത 297 അംഗങ്ങളും NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കൊപ്പം NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ഉയർത്തിപ്പിടിച്ച നിലപാടാണ് ശരി എന്ന് കൈയടിച്ച് പാസ്സാക്കിയിരിക്കുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. യാതൊരു തരത്തിലുള്ള എതിർപ്പും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായില്ല. ഈ യോഗത്തിൽ തന്നെ പങ്കെടുത്തവരിൽ കോൺഗ്രസ് അനുഭാവികളുണ്ട്, BJP അനുഭാവികളൊക്കെ ഉണ്ട്. പക്ഷേ അവർ നിലവിൽ ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറിക്ക് ഒപ്പമാണ് എന്ന് അവർ പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇതിൽ ഈ യോഗം കഴിഞ്ഞ് ഇറങ്ങിയ ആ സമയത്താണ് ഇത്തരത്തിൽ ജനറൽ സെക്രട്ടറി ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ പ്രതികരണം ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞത് സമദൂര നിലപാടിൽ NSSന്റെ സമദൂര നിലപാടിൽ യാതൊരുവിധ മാറ്റവും ഇതുവരെ ഉണ്ടായിട്ടില്ല. നിലവിൽ ഈ സമദൂരത്തിൽ തന്നെ ശരി ദൂരമെന്നുമുണ്ട്. അതായത് നല്ലതുമുണ്ട് ചീത്തയുമുണ്ട് ഈ സമദൂരത്തിൽ. അതിൽ നല്ലതിനൊപ്പം ഞങ്ങൾ നിൽക്കും. അതായത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ സമദൂര നിലപാട് പ്രഖ്യാപിക്കുമ്പോഴും അതിൽ നല്ലത് എന്ന് NSS കരുതിയിരുന്നത് അത് കോൺഗ്രസ് ആയിരുന്നു. പക്ഷേ നിലവിൽ ഈ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് അത്തരത്തിൽ ഒരു നിലപാട് മാറ്റം NSSന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ആ നല്ലത് എന്ന് പറയുന്നത് ഇടതാണ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഈ കാര്യം പൂർണ്ണമായും